പാപ്പയുടെ ഡയലോഗ് വെച്ചിട്ട് റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിൽ കൂടെ നിൽക്കണം. എവരിബഡി കം ഓൺ, നമ്മൾ ഇനി കുറച്ചു നേരം പെർഫോം പുള്ളി ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ഒരാള്, അത് കഴിഞ്ഞ് പിന്നെ രാജുവേട്ടൻ, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരാളെ കണ്ടില്ല. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ടീം ജയിച്ചതാരും അറിഞ്ഞില്ല. ഷെയ്ക്കാൻഡ് മിസ്സായതാട്ടെ. ഭാര്യമാരാകുമ്പം അതെ അതെ പറയുന്നതാണല്ലോ ഏറ്റവും എളുപ്പം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ അതെ അതെ പറയുന്ന ആളല്ലായിരുന്നു. ഇവളാണെങ്കിൽ തുറന്നു കഴിഞ്ഞത് ഓഫ് ആക്കാൻ പറ്റൂല ഈ ഉപകരണം. ഇതിന്റെ സ്വിച്ച് എവിടെയാ? ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. 10 years of ബാംഗ്ലൂർ ഡേയ്സും കൂടിയാണ് അല്ലേ? അതിന് വാതിൽ മെല്ലെ തുറന്നൊരു അന്നത്തെ യുവാക്കളുടെ ഹാർട്ട് ത്രോബ് അല്ലായിരുന്നു. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം. പക്ഷെ ഭയങ്കര ആക്ടർ എന്ന് വിചാരിക്കുന്ന ചിലരുണ്ടോ? ഉണ്ട് 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 ഉണ്ട്, എനിക്കറിയാം. ഈ ഇന്റർവ്യൂല് ഇത്രയും നല്ല വാക്കുകൾ എന്നെ കുറിച്ച് ആകെ പറഞ്ഞിട്ടുള്ളതെന്ന് റാഫിയെ പേടിയാണ്. ഒരു തന്ത വൈബ് ഫീൽ ചെയ്യുന്നുണ്ടോ മൂത്താപ്പയായിട്ടാ? അല്ല, എനിക്ക് നമ്മൾ ഈ കൂട്ടുകാരൊക്കെ കൂടുമ്പോ ഒരു 10 പേര് കൂടി ഇരുന്ന് അതിന്റെ നടുക്കിരുന്നിട്ട് തള്ളുന്ന ഒരാളുണ്ടാവും. അതാണ് നമ്മൾ രണ്ടും. So Nazria is back. Yay! Welcome back once again. Welcome back with Basil Joseph ആണ് ഇത്തവണ. Okay, അപ്പം Nazria, Basil, welcome to Club FM. Thank you, Rafi. Welcome to Star Jam. Star Jam. Star Jam. With RJ Rafi. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ് എം. അതെ, ബേസിലിന് ക്ലബിലേക്ക് വെൽക്കം. Slow claps. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ്എം. സിനിമയിലേക്ക്. അപ്പം സൂക്ഷ്മദർശനിലൂടെ നോക്കുമ്പോൾ നസ്രിയയുടെ കംബാക്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ബേസിൽ പറ. ഓക്കെ, നസ്രിയ അങ്ങനെ എപ്പോഴും സിനിമ ചെയ്യുന്ന ആളല്ല. നസ്രിയ വളരെ സെലക്റ്റീവായിട്ടും, നസ്രിയയുടെ അടുത്തൊരു സിനിമ എത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെയൊക്കെ എത്തുള്ളൂ. ആരൊക്കെ ഫിൽറ്റർ ചെയ്യണം? അല്ല, കുറെ ആൾക്കാർ. നസ്രിയ ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. മൊത്തത്തിൽ ഒരുപാട് വലിയ ഫ്രണ്ട് സർക്കിളും മലയാള സിനിമയിൽ തന്നെ ഒരുപാട് വലിയ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ ഒരാളാണല്ലോ. അപ്പൊ ഇവൻ തന്നെ ഇപ്പൊ 2 കഥകള് എന്റെ അടുത്ത് പറയാൻ വന്നവരെ മാറ്റിവിട്ടു. ശ്യാമേട്ടൻ, ദിലീഷ് ഏട്ടൻ, അല്ലെങ്കിൽ സുഷിൻ, സമീർക്ക, ഓഫ് കോഴ്സ് ഫഹദ് ഫാസിൽ എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജ്, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്, പറഞ്ഞു വരുമ്പോ എല്ലാരും ഉണ്ട്. അതെ. അപ്പൊ എന്നെ തൊട്ട് കളിച്ചാൽ വിവരം അറിയുന്ന. അപ്പൊ അതിന്റെ എത്തുന്നത് തന്നെ വളരെ ഫിൽറ്റേർഡ് ആയിട്ട് എത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നസ്രിയ ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് പറയുന്നത് അത്രയും നോക്കിയിട്ടേ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സൂക്ഷ്മദർശിനി ചൂസ് ചെയ്യുന്നതിനിപ്പോൾ അതിനൊരു കാരണമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലെ എനിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ഒരു ഫാക്ടർ. ആസ് എ സിനിമ അതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്ക് രണ്ടുപേർക്കും തോന്നി എന്നുള്ളതുകൊണ്ടാണ് രണ്ടുപേരും ആ സിനിമയിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 4 വർഷം കഴിഞ്ഞിട്ട് മലയാളത്തിലൊരു സിനിമ നസ്രിയ ചെയ്യുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും എന്ന് തന്നെയാണ്. സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 4 വർഷത്തിന് ശേഷമുള്ള കംബാക്കിൽ നസ്രിയയുടെ മനസ്സിൽ എക്സൈറ്റ്മെന്റ്. 4 വർഷം അതാ ഇടയ്ക്കിടയ്ക്ക് ഈ വെൽക്കം ബാക്കും കംബാക്കും ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പടത്തോടെ ചിലപ്പോൾ അത് മാറുമായിരിക്കും, ആൾക്കാർക്ക് മനസ്സിലായി ഇത്ര സമയം എടുത്താ ചെയ്യുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഈ പടം ആരും ഐ എം ഹോപ്പിങ്, എൻ്റെ വിശ്വാസം അതാണ്. 4 വർഷം കഴിഞ്ഞിട്ട് ഇതാണോ ചെയ്തത് എന്ന് ചോദിക്കില്ല. ഐ എം വെരി പ്രൗഡ് ഈ പടം ചെയ്തതിൽ. അങ്ങനത്തെ കഥകളുടെ ഭാഗമാവുക, അങ്ങനത്തെ കഥകൾ പറയാനാണ് താല്പര്യം. അതുകൊണ്ടായിരിക്കും ചിലപ്പം കുറച്ച് സമയമെടുക്കുന്നത്. ഈ കംബാക്കിന് കാരണം പറയുവാണെങ്കിൽ ആരെ പറയും? സൂക്ഷ്മദർശിനി സമീർ താഹിറിനെ പറയേണ്ടി വരും. ആക്ച്വലി പിന്നെ നന്ദനുണ്ണി എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. പുള്ളി ആക്ച്വലി എന്നോടൊരു കഥ കേൾക്കുമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പിന്നെ അത് കുറച്ച് തിരക്കുകളായി പോയിട്ട് അപ്പം കേട്ടില്ല. പിന്നെ ഒരു ദിവസം സമീർക്ക കോൾഡ് മീ ആൻഡ് സെഡ് ഇങ്ങനെ ഒരു കഥ ഉണ്ട് കേൾക്കുന്നു. ഇത് രണ്ടും ഒരു കഥയായിരുന്നു. പക്ഷെ സോ സമീർ താഹിറാണ് അവസാനം ആയിട്ടില്ലേക്കോ, അങ്ങനെയാണ് ഞാൻ കാരണക്കാരനായി മാറിയത്. അതെ, സമീർക്ക് കൈയടിക്കേണ്ടി വരും. അപ്പം കൈകൊണ്ടാണോ കാലുണ്ടാണോ? സമീർ താഹിർ, ഷൈജു ഖാലിദ് എന്ന് പറയുമ്പോൾ ആ കോംബോയില് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതേ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നോ ചൂസ് ചെയ്യുമ്പോൾ? ബേസിലാണ് നസ്രിയാണ് ആദ്യം ചൂസ് ചെയ്തത്? ബേസിൽ നീ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ വേറെ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഈ സിനിമ അന്ന് അറിയാം.
സമീർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിനിമ എന്നുള്ള രീതിയിൽ സമീർക്ക് കഥയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നല്ല നല്ല കഥയാണ്, നല്ലതാണ്, അതിനകത്ത് സ്ക്രിപ്റ്റിലും അവിടെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ വർക്കുണ്ട്, പക്ഷേ നല്ല കഥയാണെന്നൊക്കെ സമീർക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ കഥ കേട്ട് പരിചയം ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ ഞാൻ ആ സിനിമയുടെ ഭാഗമൊന്നുമല്ല. അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു പൊസിഷനിലും അല്ലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കഥയായിട്ട് അത് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടത് നസ്രിയാണ്. മുമ്പത്തെ കാസ്റ്റ് മാറി നസ്രിയ കാസ്റ്റ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം സമീർക്ക് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് നസീർക്ക വിളിച്ചിട്ട് സമീർക്ക വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബേസിലെ അന്നത്തെ ആ പടം നമ്മൾ ബേസിലിനെ വെച്ചിട്ട് ആലോചിക്കുകയാണ്, എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്ക് ഓൾറെഡി അറിയാം, ഒരുപാട് കേട്ടിട്ടുമുണ്ട്, ജിതിനെയും പരിചയമുണ്ട്. ജിതിനും ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഞാനും ഷോർട്ട് ഫിലിം എടുക്കുന്നു. ലിബിൻ, ഇതിൻ്റെ റൈറ്റേഴ്സ്, അതുൽ, ഇവരൊക്കെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്കും സെറ്റാണ് ആ പടം. അപ്പോൾ അതിൽ നസ്രിയാണ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെയറിങ് അപ്പ് അല്ല ആ സിനിമയിൽ ആ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. വേറെ രീതിയിലാണ് അതിൻ്റെ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ആ സിനിമയിൽ, ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് കുറച്ച് ഡിഫറെൻറ്റ്, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതിനെയും കാട്ടി കുറച്ചുകൂടി ഡിഫറെന്റ് ഷെയ്ഡ് ആയിരിക്കും. ഇങ്ങനെയല്ല നമ്മൾ പടത്തിൽ നിന്ന് ഡിഫറെന്റ് ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായാൽ മതിയായിരുന്നു. സ്ട്രേഞ്ചർ തിങ്സിന്റെ മ്യൂസിക് ഇട്ടിട്ടാണ് നസ്ര ഇമാനുവലിന്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ ആ വൈബാണോ ഹാരി പോട്ടർ വൈബ് എന്ന് ചിലർ പറയുന്നത്? എന്താണ് സംഭവം? ഹാരി പോട്ടർ വൈബ് പാട്ട് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ഹാരി അങ്ങനൊന്നുമില്ല. സ്ട്രേഞ്ചർ തിങ്സ് ഒരു ആ ഒരു മിസ്റ്ററി, അതിന് വേണ്ടിട്ടൊരു ഒരു സൈഫൈ, ഇത് ഭയങ്കര റിലേറ്റബിൾ, ഭയങ്കര റൂട്ടഡ് ഒരു കഥയാണ്. ബട്ട് ഇറ്റ് ടേക്സ് അനദർ ടേൺ. ഇപ്പൊ കാണാനും ഭയങ്കര കളർഫുള്ളും ഭയങ്കര ബ്രീസി, എയറി, ഈസി, അങ്ങനത്തെ ഒരു, അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചത് വിഷ്വലി. പക്ഷെ സിനിമ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണ്. ഒരു ഫാമിലി, ഒരു സത്യനന്ദിക്കാട് നെയ്ബർഹുഡ്, സത്യൻ സാറിന്റെ സിനിമകളുടെയൊക്കെ ഒരു വിഷ്വൽ ഭംഗിയും ഒരു പ്ലസൻനെസ്സും ഒക്കെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പും ഒരു സെറ്റിങ്ങിലും അങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസും സെറ്റ് വർക്കും ഒക്കെ ആയിട്ട് സിനിമാറ്റോഗ്രാഫിയൊക്കെ അങ്ങനത്തെ ഒരു ഡിസൈൻ, അതിൻ്റെ അകത്ത് നിന്നിട്ടൊരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ മെല്ലെ മെല്ലെ വളർന്ന് നമ്മൾ വളരെ സ്ലോ പേസിൽ തുടങ്ങി അങ്ങനെ എലിവേറ്റ് ആയി പോകുന്ന പോലത്തെ ഒരു സിനിമയാണ്. പോസ്റ്റർ ഇട്ടപ്പോൾ വെറുതെ മ്യൂസിക് കിട്ടുന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ മ്യൂസിക് ഒന്നും നമുക്ക് മ്യൂസിക് ഒന്നും ഇല്ല, സ്വന്തമായിട്ട് മ്യൂസിക് ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. ബേസിൽ ഓൾറെഡി സെറ്റിലുണ്ടെങ്കിൽ ഭയങ്കര പരിപാടികൾ ഒപ്പിക്കുന്ന ആളാണ്, വൈബാണ്. നസ്രിയയും കൂടി വന്നു കഴിയുമ്പോൾ വേറെ ലെവലിലേക്ക് ആ വൈബ് പോകും. എനിക്ക് ഒരുപാട് കേട്ടുപരിചയമുണ്ട്, ഒരുപാട് കേട്ടിരിക്കുന്നു. എന്താണ് കേട്ടത്? ബേസിൽ ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു. കാരണം നമുക്ക് ഉള്ള കോമൺ ഫ്രണ്ട്സ് ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരേപോലെയാണ്, ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ ഒന്ന് കാണണമെന്ന്. ഞാൻ മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു നസ്രിയനെ വെച്ചിട്ട്. അതെന്നായിരുന്നു? മുമ്പ് മിന്നൽ മുരളിക്ക് ശേഷം. അത് പക്ഷേ പിന്നെ അതിങ്ങനെ വഴിതെറ്റി അങ്ങനെ പോയി. അപ്പോൾ ഇത് എപ്പോഴോ സംഭവിക്കേണ്ടതായിരുന്നു. പിന്നെ വേറൊരു പ്രൊജക്റ്റ് നമ്മൾ തമ്മിൽ അഭിനയിക്കുന്ന ഒരു സിനിമയും പ്ലാൻ ഒക്കെ ചെയ്തിരുന്നു. അതും പക്ഷേ വേറെ സിനിമയായിട്ട് വേറെ രീതിയിലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ പല രീതിയിലൊക്കെ മറിഞ്ഞു വന്ന അവസാനം ദിനം വന്നു. അതെ. അപ്പോൾ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള പോലെയാണ് നമ്മൾ. ആൾക്കാരും ആക്ച്വലി 2-3 പേര് നമ്മളെ സെറ്റിൽ കണ്ടിട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് കുറെ കാലമായിട്ട് അറിയാല്ലേ, സോ അവരെ വർക്കിംഗ് എന്നുവെച്ചാൽ ആസ് ആക്ടേഴ്സ് നമ്മുടെ ഒരു സെറ്റിൽ വർക്കിംഗ് സ്റ്റൈലും ഒന്നായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ എല്ലാവരും പരിചയമുള്ള ക്രൂ ആയിരുന്നു. സമീർക്ക, ഷൈജുക്ക, പിന്നെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരും കൂടെ ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഈസിയായി. ഒട്ടും പരിചയമില്ലാത്തൊരു സെറ്റിൽ പോയി ഇത്ര അലമ്പൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത ആൾക്കാർ, ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലായിരുന്നു. പരിചയം ഉണ്ടായിരുന്നു. സൂക്ഷ്മദർശിനിയുടെ സെറ്റ് വെച്ചാണ് ആദ്യം കാണുന്നത്. അതെ. ഓ, ഫസ്റ്റ് ഡേ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതെ. പക്ഷെ കാണാൻ കാത്തിരുന്ന, അതിനു മുമ്പ് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. ഈ പറയുന്ന സ്വന്തം വൈബ് കണ്ടെത്തിയ ഒരു ഫീൽ വന്നു രണ്ടാക്കും ഭയങ്കരമായിട്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? അതെ അതെ. എന്താണ് ബേസിലിന്റെ വൈബ്? എന്താണ് നസ്രിയ പറ? എന്റെ അതേ അതെ. ഡിഫൈൻ നസ്രിയാസ് വൈബ്. അല്ല, നസ്രിയൻ
നമ്മൾ ഈ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഒരു 10 പേര് കൂടിയിരുന്ന അതിന്റെ നടുക്ക് ഇരുന്നിട്ട് തള്ളുന്ന ഒരാളുണ്ടാവും. അതാണ് നമ്മൾ രണ്ടും നമ്മുടെ ആയിട്ടുള്ള ഒരു സ്പേസിൽ. ഓക്കെ എവരിബഡി കം ഓൺ, നമ്മൾ ഇനി കുറച്ചു നേരം ലെറ്റ്സ് ഹാവ് സം എന്റർടൈൻമെന്റ്. രണ്ടാളതാണ്. അതെ, കുറച്ച് നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, മീറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഒരു റൂം അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാൻ നമ്മൾ വളരെ അൺകംഫർട്ടബിൾ അങ്ങനെ സൈലൻസ്. അപ്പൊ ഒരു എന്റർടൈൻമെന്റ്. നിങ്ങൾ തമ്മിൽ അപ്പൊ ഒരു കോമ്പറ്റീഷൻ വന്ന് കാണുമല്ലോ. മൈ ഗോഡ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ അപമാനിക്കുന്നു തിരിച്ചപമാനിക്കുന്നു, എന്നെ അപമാനിക്കുന്നു തിരിച്ചപമാനിക്കുന്നു. ഇത് തന്നെയായിരുന്നു രാവിലെ തൊട്ട്. ഓൾവേസ് ലൈക്ക് അവനെയും കാട്ടി അവൻ എത്ര ടേക്ക് അവിടെ ഇരിക്കുന്നവരൊക്കെ മറ്റേ ടെന്നീസ് കാണുന്ന പോലെ ഇതന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു ശരിക്കും ത്രൂ ഫുൾ ഷൂട്ട്. അത് കാരണം എനിക്ക് എല്ലാ ദിവസവും ഉറക്കമൊന്നും കിട്ടാതെയൊക്കെ ഉള്ളായിരുന്ന ദിവസം ഞാൻ 2 എക്സ്പ്രസ്സോ കോഫിയോ കഴിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കാരണം എല്ലാ സർവ്വം ഇങ്ങോട്ട് ഞാൻ ഏറ്റുവാങ്ങിച്ച് അവിടെ യുദ്ധഭൂമിയിൽ ചത്തു വീഴും. ചില ദിവസം ബേസിൽ എന്നോട് പറയും, നിൽ ആയിട്ടില്ല, എനിക്ക് കോഫി കുടിച്ചിട്ട് പിന്നെ തുടങ്ങാം, തിരിച്ചു വരാന്നില്ല. ഇത് വാശിക്കുള്ള പോലെയായിരുന്നു. സെക്കൻഡ് ഡേ മുതൽ, ഫസ്റ്റ് ഡേ എനിക്ക് ഷൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പോയി. സെക്കൻഡ് ഡേ മുതൽ വെറുതെ വെട്ടി വെച്ച് ഇങ്ങനെയായിരുന്നു. അപ്പൊ എന്താണ് ഒരു എക്സാമ്പിൾ പറയാം, എന്ത് പണിയാ തരുന്നത്? ഒരു ദിവസം ഞാൻ അവിടെ നമുക്കൊരു റൂമുണ്ട്, ഒരു വീടുണ്ട്, അവിടെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഒരുമിച്ച്. എല്ലാ കാസ്റ്റും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കും. അപ്പം ഈ വാശി കൂടിയിട്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര മൈക്കും സ്പീക്കേഴ്സും ഒക്കെ ഉണ്ട്, ഭയങ്കര ശബ്ദം അവിടെ. വെരി ഗുഡ് ബേസിൽ, വെരി ഗുഡ്, കൈയടി ഇതൊക്കെ. ഞാൻ പുറത്ത് നോക്കിയപ്പം മഴ, ഷൂട്ട് നടക്കാൻ ഒരു പറയിപ്പിച്ചതാ, വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം. അങ്ങനത്തെ ഒരു അതൊന്നും എനിക്കൊരു ഷോക്കേ അല്ലല്ലോ. അത് ഞാനല്ല, എനിക്ക് സ്വീകരണം അവന്മാര്. പക്ഷെ അത് അവസാനം എന്റെ തലയിലേ ഞാൻ ഒരുക്കിയ പോലെ ആക്കി അവന്മാര്. അമ്മാര് അതെന്റെ തലയിലേക്ക് ഇട്ടിട്ട് അമ്മാര് തന്നെ എന്നെ ഇറക്കേറ്റി ഒന്നും ചെയ്യാതെ. എടാ എന്താ എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ച് എന്നെ ഇറക്കേറ്റി. ബേസിലിന്റെ ടീം ജയിച്ചു, കപ്പടിച്ചു. അതിന്റെ കൂടെ വേറെ കുറെ സാധനങ്ങളും അടിച്ചായിരുന്നു കൂടെ ആ ഗെയിമില്. ഷേക്കൻ്റെ കൂടെ അതൊക്കെ കണ്ടായിരുന്നല്ലോ കപ്പിന്റെ കൂടെ. കർമ്മ ഇപ്പം പെട്ടെന്നാ തിരിച്ചടിക്കുക. ടൊവിനോ സ്വന്തമായിട്ട് ടീമിനെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ എനിക്ക് എല്ലാവരും ഒരുവിധപ്പെട്ട സഞ്ജു സാംസൺ സ്റ്റോറി ഇടുന്നു. രാജുവേട്ടൻ എനിക്ക് ഇങ്ങോട്ട് ടൊവിനോ രാവിലെ തന്നെ അയച്ചു തന്നു, അവൻ ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞിട്ട്. അതായത് ഒരുവിധം എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ്, ഇവൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുക. എനിക്കും അറിയാം ഇവൻ അയച്ചു തന്നേക്കും. ഞാൻ ടൊവി അവൻ പകരം വീട്ടായിരുന്നു മറ്റേ മരണമാസിന്റെ പൂജയ്ക്ക് മറ്റേ പുള്ളിക്ക് കിട്ടാൻ അന്ന് ഇതിന്റെ ലൊക്കേഷനിലായിരുന്നു, ഈ നമ്മുടെ സൂക്ഷ്മദർശിനിയുടെ ലൊക്കേഷനിലായിരുന്നു മരണമാസിന്റെ പൂജ നടന്നത്. അപ്പൊ ഇതും കഴിഞ്ഞിട്ടാ ഞാൻ നേരെ ലൊക്കേഷനിലേക്കാ വരുന്നത്. ലൊക്കേഷനിൽ വന്നിട്ട് പുള്ളി ഇതായിരുന്നു എല്ലാരോടും, കണ്ടായിരുന്നോ ടോവി പേടിക്കാൻ മൈൻഡ് ചെയ്തില്ല, നോക്കൂ എല്ലാരോടും. അത് ടോവി മണത്തറിഞ്ഞിട്ടുണ്ട്. ആരാണോ ടോവി അറിയിച്ചത്? ഞാനായിരിക്കും. സമീർക്ക പോയി പറഞ്ഞു കൊടുത്തു ടൊവിനോനെ കണ്ടപ്പോ. മറ്റവൻ അവിടെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, അവനാണത് വൈറലാക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഞാൻ വളരെ ദൈവമുണ്ട്. ഇൻസ്റ്റന്റ് കർമ്മ. പക്ഷെ അളിയനും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അതും അങ്ങനെ തന്നെയായി മാറി. അവിടെ ഷേക്കാൻഡ് കൊടുത്തിട്ട് പോയി. അത് അളിയന്റെ ടീമിലെ പ്ലെയർ ആണ് ആക്ച്വലി. അളിയൻ ജയിച്ചു. അത് കൊച്ചി ടീമിലെ പ്ലെയറാ. അങ്ങനെ നിങ്ങൾ ജയിച്ചതിന്റെ ഒരു ഇതല്ലേ, അതിനങ്ങനെ എന്തെങ്കിലും ചെയ്താണോ? പക്ഷെ കണ്ടു കാണില്ല പുള്ളി. ഇച്ചിരിയോട് പൊക്കമുള്ള അവിടെ പോയി നിൽക്കണായിരുന്നു. പുള്ളി ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ഒരാള്, അത് കഴിഞ്ഞ് പിന്നെ രാജുവേട്ടൻ, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരാളെ കണ്ടില്ല. അത് എന്ത് ചെയ്യാൻ പറ്റും? താഴെക്കടയിലെ പ്രശ്നങ്ങള് അവർക്ക് മനസ്സിലായില്ല, മുകളിൽ കിടക്കുന്ന ആൾക്കാർ മനസ്സിലായില്ല, എന്നെ കണ്ടു കാണൂല. അതായിരിക്കും ടീം ഓണറായിട്ട് നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ നടക്കാറുണ്ട്, പൃഥ്വിയും ബേസിലും തമ്മിൽ. നമ്മളൊന്ന് വരുന്നുണ്ട് മാച്ച് ഫൈനൽ നമ്മളാണെന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ വാശി നിങ്ങൾ തമ്മിൽ. ഫുട്ബോൾ വാശിയുണ്ട്. ഇന്ന് അളിയനും തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാനുണ്ട്. നമ്മൾ ചുമ്മാ തുമ്പി പോരാമോ പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഫുട്ബോളിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു കുന്തം അറിഞ്ഞൂടാ. ഫോർവേഡ്, ഗോളി, ലെഫ്റ്റ്,
ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് അംബാസഡർ എന്ന് പറഞ്ഞ ഫുട്ബോളിന്റെ കോച്ചല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇവളുടെ വിചാരം ഫേസ് ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ അംബാസഡർ എന്ന് പറഞ്ഞ നിന്റെ വിചാരം ചിയർ ലീഡ് മറ്റേ ഫുൾ പ്രോത്സാഹനം വിത്ത് മനസ്സ് അത് മതി. കളിയെ കുറിച്ച് വാഗ അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പുറത്തെ ടീം ഗോൾ അടിച്ചാലും നമ്മൾ എനിക്ക് ആ ടീമിലെ കളിക്കാരെയൊക്കെ അറിയാം. അവരൊക്കെ നന്നായി കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം. ഒരാൾ ഇറങ്ങുമ്പോ അവരൊക്കെ നല്ലപോലെ കളിക്കോ ഇല്ലയോ എന്ന് ഫുട്ബോൾ അറിയാത്ത നീ അവൻ ഗോൾ അടിക്കണ കാണുമ്പോ അറിയാലോ. ഗോൾ അടിച്ചല്ലോ, അവന്റെ പേരെന്താ? ആ ഗോൾ അടിച്ച പയ്യന്റെ പേര് അത്ര ഫുട്ബോളർ ക്രിക്കറ്റ്. നീ ക്രിക്കറ്റിൽ ഇങ്ങോട്ട് വാ, ക്രിക്കറ്റ് ഇങ്ങോട്ട് വാ. എന്റെ ഞാൻ നിന്നെ പോലെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞിരിക്കാറില്ല. ഇന്നലെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ഫുട്ബോൾ ഇൻഫ്ലുവൻസർ എന്റെ അടുത്ത് വന്നിട്ട് മറ്റേ ക്രൗഡൊക്കെ ഇങ്ങനെ നിൽക്കും. Don't tell me you said Ronaldo is from Argentina or something like that. ഇല്ല, അത്രയും പോയില്ല. കുറേ കാണികൾ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫുൾ കളി ജയിച്ച് നമ്മൾ ആറാടി നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ ഇൻഫ്ലുവൻസർ വരുന്നു, ബ്രോ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഒരു നമ്മുടെ കോഴിക്കോട് ടീമിലേക്ക് ഒരു വേൾഡ് ഫുട്ബോളിൽ നിന്ന് കുറച്ച് 3 പ്ലേയേഴ്സിന് എടുത്താൽ ആരെയൊക്കെ കൊണ്ടുവരും? 3 പേരുടെ പേര് ലൈവ്. ഈ ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് 3 വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, രോഹിത് ശർമ്മ. 3 പേരുടെ പേര് അന്നേരം എന്റെ വായിൽ വന്നു. നെയ്മർ, മെസ്സി, റൊണാൾഡോ. ഇവരൊന്ന് കളി ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഓടുന്നുള്ളൂ. എംബാപ്പെ ഏത് ഇതിലാ? ഫ്രാൻസ്. അറിയാം. അപ്പൊ റൊണാൾഡോ ആണോ മെസ്സി ആണോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം? റൊണാൾഡോ ഓർ മെസ്സി? വെരി ടൈറ്റ് ബട്ട് റൊണാൾഡോ ആണോ? വൈ? പ്ലീസ് മെസ്സി ഫാൻസ് ഡോണ്ട് കിൽ മീ. വൈ? അല്ല, അങ്ങനെ രണ്ടുപേർക്കും ഫാൻസ് ഉണ്ടല്ലോ. റീസൺ പറഞ്ഞാൽ മതി. റീസൺ അടിപൊളി പ്ലെയർ ആണ്. നല്ല ബോഡി, വെരി ഹാൻസം, നല്ല ബോഡിയാണ്. ഗേൾസിന് ഇഷ്ടമുള്ള അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ്. മെസ്സിനെ നമ്മൾ ഷർട്ടൂരി കാണാഞ്ഞിട്ടാ. മെസ്സി ഏതാ ലെവലിൽ നിന്നാണ് വിചാരിക്കുന്നത്? അല്ല, മെസ്സി എനിക്ക് ഇഷ്ടമാണ്. മോശക്കാരനാണെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഐ തിങ്ക് സ്റ്റാർട്ടഡ് വിത്ത് എന്റെ വീട്ടില് എന്റെ അനിയൻ മെസ്സി ഫാനാണ്. സോ ഐ ജസ്റ്റ് നാച്ചുറലി ഓപ്പോസിറ്റ് ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പൊ മമ്മൂട്ടി ഫാൻ ആവണമെങ്കിൽ എന്നാ ഞാൻ മോഹൻലാൽ ഫാൻ. ആ മൂഡ് എന്നാ കാണിച്ച ഒരാളാ. ഇവിടെ ഒരു സമാധാനം എനിക്ക് താല്പര്യമില്ല. അപ്പൊ നീ റൊണാൾഡോ, എന്നാ ഞാൻ മെസ്സി. ബേസിലിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും സഞ്ജു എടുത്ത് സ്റ്റോറി ഇട്ടെങ്കിലും സഞ്ജു സെഞ്ചുറി അടിച്ചതിനെ പറ്റി ബേസിലിന്റെ കമന്റ്. സഞ്ജു സെഞ്ചുറി അടിച്ചത് വലിയ ഒരു സംഭവമാണ്. അതായത് ലാസ്റ്റ് ഗെയിം ഭയങ്കര ക്രൂഷ്യൽ കളിയായിരുന്നു. ടീം മാനേജ്മെന്റ് ഒക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് മോനെ നീ പോയി നിന്റെ നാച്ചുറൽ കളി എടുത്തോ മോനെ, ഇതാ വരുമ്പോ അടിക്കാൻ ബോൾ ഇങ്ങനെ വരുമ്പോ അടിക്കാൻ തോന്നും ചേട്ടാ എന്നൊക്കെ. അതുകൊണ്ട് ആ സഞ്ജു അതായിരുന്നു ആക്ച്വലി അതായിരുന്നു ഈ 2 സെഞ്ചുറി അടിച്ച കളിയിലുണ്ടായത്. അപ്പോൾ അതായിരുന്നു പുള്ളിയുടെ നാച്ചുറൽ ഗെയിം. അതിൻ്റെ ഇടയിൽ പിന്നെ ഇടയ്ക്ക് ഡിഫെൻസീവ് ആവാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ക്രീസിൽ നിൽക്കാനും ഒക്കെ ഉള്ള കുറേ പല തരത്തിലുള്ള പ്രഷേഴ്സ് ഇൻപുട്ടുകളൊക്കെ വന്നപ്പോൾ ആൾ കുറച്ച് ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ കറക്റ്റ് പൊസിഷൻ, ഓപ്പണിങ്, പ്രഷർ ഇല്ല, വരിക അടിക്കുക, അത് തന്നെ. ആ മൊമെന്റിൽ ബേസിൽ എവിടെയായിരുന്നു? മാച്ച് കണ്ടോ ലൈവായിട്ട്? ഒരു കളി ഒരു സെഞ്ചുറി നടക്കുമ്പോൾ കാലിക്കറ്റ് FC ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഫുട്ബോൾ നടക്കുമ്പോൾ അതുകൊണ്ട് അതെനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. കാരണം ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, ടീമിന്റെ ഓണർ എന്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, പറ്റില്ല, ഇങ്ങനെ കാണാൻ പറ്റില്ല. സഞ്ജു സെഞ്ചുറി അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അന്നത്തെ കളിയാണെങ്കിൽ മലപ്പുറം FC എതിരെയായിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. സഞ്ജുവിന്റെ ടീമാണ് മലപ്പുറം. അന്ന് ഞങ്ങൾ അവരുടെ ടീമിനെ 3-1 കണ്ട് തോപ്പിക്കുകയും ചെയ്തു. സഞ്ജു അപ്പൊ ഇല്ലായിരുന്നു. ഇല്ല, പക്ഷെ അന്ന് സഞ്ജു സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അത് എല്ലാം ഒരുപാട് സംഭവങ്ങളാണ്. അതെ. രണ്ടാമത്തെ സെഞ്ചുറി അടിക്കുമ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മരണമാസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു. അപ്പം അവിടെ നെറ്റ് റേഞ്ച് അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ല. പതിവ് പോലെ എൻ്റെ നെറ്റ്വർക്ക് 5G എന്ന് കാണിക്കും, ഒരു കുന്തവും ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇത് ലൈവായിട്ട് കാണുകയും വേണം. അന്നാണെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഇന്ന് തീർത്തേ പറ്റൂ എന്നുള്ള മൂഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനാണ് പറഞ്ഞേക്കുന്നത് ഇന്ന് ഷൂട്ട് തീർക്കണം, എനിക്ക് പോകണം, നാളെ സൂക്ഷ്മദർശിയുടെ പ്രൊമോഷൻ കൊണ്ട് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തുകൊണ്ടിരുന്ന ഞാനും പ്രശ്നത്തിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണണമെന്ന് പറയാനും പറ്റൂല, എന്നത് കാണാൻ വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ റേഞ്ചും കിട്ടുന്നില്ല. എന്നാൽ സീക്രട്ടായിട്ട് ആരും കാണാതെ ടേക്കിൻ്റെ ഇടയിലേക്ക് ഇരുന്ന് കാണാമെന്ന് വിചാരിക്കുമ്പോൾ റേഞ്ചും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു മൂലയിൽ ഒരു ചെറിയ ചായക്കടയിൽ ഒരു കുഞ്ഞു പഴയ മറ്റേ നമ്മുടെ CRT TV ഇല്ലേ, കുഞ്ഞത്, ആ ബോക്സ് TV കുഞ്ഞത്, അതവിടെ വെച്ചിട്ട് ആ ചായക്കടയിലുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നു രാത്രി.
അപ്പോൾ അവിടെ പോയിട്ട് നൈസായിട്ട് അവിടെ പോയി താങ്ക് ഗോഡ് അങ്ങനെ പോയി കണ്ട് ടേക്ക് റെഡി ടേക്ക് മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് വന്നിട്ട് പറയും ചേട്ടാ റെഡി ഉത്തര ആ ശരി വരാം സെഞ്ചുറി പഠിക്കും ഒരു സിക്സ് ഒരു ഷോട്ട് എടുത്തിട്ട് തിരിച്ചു ഓടി വരുമ്പോൾ ചേട്ടനല്ലേ നാളെ പ്രൊമോഷന് അതെ ചേട്ടാ സിക്സ് അടിച്ചു സഞ്ജു സിക്സ് അടിച്ചു ചേട്ടൻ ഇപ്പോൾ ഇവിടുന്ന് പോയപ്പോഴേക്കും 2 സിക്സ് അടിച്ചു എന്ന് കഴിഞ്ഞു ആ ശരി പക്ഷെ അവസാനം അതങ്ങനെയൊക്കെ കണ്ട്. അടിപൊളി. 10 years ഓഫ് ഓം ശാന്തി ഓശാനയാണ്. ഓ യാ അല്ലേ? അതെ അതെ അല്ല ഈ വർഷം 2024 മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വർഷമായല്ലേ സിനിമയിൽ വന്നിട്ട്. 10 വർഷം എന്ന് പറയുമ്പോൾ നസ്രിയുടെ മെമ്മറീസ് എങ്ങോട്ടാ പോണേ? അന്നത്തെ നസ്രി എങ്ങനെയായിരുന്നു? അന്നത്തെ നസ്രിയുടെ ആസ്പിറേഷൻസ് ഐ തിങ്ക് ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും. സെയിം. പക്ഷെ ആഗ്രഹങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ആയിരുന്നു. സിനിമകൾ ചെയ്യണം. പക്ഷെ ഇപ്പോൾ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വെൻ യു ഗ്രോ അപ്പം അതനുസരിച്ച് ഈ സ്റ്റോറിയുടെ സെലക്ഷനും അതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളും ഇതൊക്കെ ഇവിടെ തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം എന്ന് തന്നെയാണ്. മെമ്മറി എങ്ങോട്ടാ പോണേ ഓം ശാന്തി ഓശാന എന്ന് പറയുമ്പോൾ? ഓം ശാന്തി ഓശാന എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ആ പടത്തിൽ 2 സീനുണ്ടാവും എൻ്റെ മുഖം ഇല്ലാതെ. ഫുൾ പടം എല്ലാ സീനിലും ഞാൻ ഉണ്ട്. ഓശാനയുടെ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്നും രാത്രി വരെ ഷൂട്ട് ചെയ്യുന്ന സ്ലീപ്ലെസ് നൈറ്റ്സ്. പിന്നെ എൻ്റെ മെമ്മറി എനിക്ക് ഡബ്ബിങ് ആക്ച്വലി എനിക്ക് സിനിമയിൽ ഏറ്റവും മടിയുള്ള സാധനം ഡബ്ബിങ് ആണ്. ഓശാനയിലാണ് ഫുൾ പടം ഞാനാണ് നറേറ്റ് ചെയ്യുന്നത്. അപ്പം സീൻസിലെ ഡയലോഗ്സ് അല്ലാതെ വേറെ സ്റ്റോറി ടെല്ലിങ്ങും കൂടെ. പടം അവസാനം വന്നപ്പോൾ അടിപൊളി മെമ്മറീസ് ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാട്ട് ഈസ് യുവർ മെമ്മറി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ. കഷ്ടപ്പാടാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന് അതിന്റെയാണ് കാണുന്നതെന്ന്. സാറ്റിസ്ഫൈങ്. അന്ന് 2015 കുഞ്ഞിരാമായണം ഇറങ്ങുന്നത്. സിനിമയിൽ വന്നിട്ട് അതാ ചോദിച്ചേ 14 ബേസിൽ എവിടെയായിരുന്നു ആ സമയത്ത്? പടത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ? ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോ മറ്റേ എനിക്കറിയാം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അന്ന് പടം കണ്ടിട്ട് നസ്രിയ ഫാൻ ആയിരുന്നു ബേസിൽ. അതെ അതെ ഐ മീൻ ഓം ശാന്തി കൊള്ളാം കുട്ടി കൊള്ളാം. അല്ല അതിനു മുമ്പേ സെൻസേഷൻ ആയിരുന്നല്ലോ നേരം ഒക്കെ ഇറങ്ങി. അതിനു മുമ്പ് മറ്റേ പാട്ടിറങ്ങി വാതിൽ മെല്ലെ തുറന്നൊരു അന്നത്തെ യുവാക്കളുടെ ഹാർട്ട് ത്രോബ് അല്ലായിരുന്നു അതെ. അന്നത്തെ യുവാക്കളുടെ 10 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഹാർട്ട് ത്രോബ്. ഇന്നെന്താ പ്രശ്നം? അന്നത്തെ ബേസിലിനെ പോലുള്ളവർ ഹാർട്ട് ത്രോബ് ആയിരുന്നു. അങ്ങനെ പ്രായമായി ആ 10 വർഷം നിന്റെ ലൈഫിലും വന്നിട്ടുണ്ട്. അന്നത്തെ ടീനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർക്ക് അന്ന് ഫാനായിരുന്നു ബേസിൽ. ഞാൻ ഫാനായിരുന്നു. എനിക്കത് അംഗീകരിച്ചു കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നീ അംഗീകരിക്കില്ലെങ്കിലും ഞാൻ അംഗീകരിച്ചിട്ടുള്ളതൊക്കെ കേട്ടിട്ടുള്ളതാണ്. നസ്രിയ കുഞ്ഞിരാമായണത്തിന്റെ ഭയങ്കര ഞാനായിട്ട് പറയണായിരിക്കും. ആക്ച്വലി അല്ല ഞാൻ ചോദിക്കാൻ വേണ്ടി ഞാൻ ബേസിലിനെ കുഞ്ഞിരാമായണം കഴിഞ്ഞപ്പോ ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോ മെസ്സേജ് ചെയ്തിട്ടുള്ള ആളാ. എത്ര ആൾക്കാര് അന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അന്ന് എവിടെ നീ മെസ്സേജ് അയച്ചു? ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ? ഇൻസ്റ്റാഗ്രാം തന്നെ. ഐ തിങ്ക് ഐ ഹാവ് മെസ്സേജ്. ഞാൻ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് ഐ സ്പോക്ക് ടു യു അബൌട്ട് കുഞ്ഞിരാമായണം ഓൺ ഇൻസ്റ്റാഗ്രാം. ഇല്ല. ആർ യു സീരിയസ്? ഞാൻ എടുക്കും ചാറ്റ് ഇപ്പം. പിന്നെ പലതും കാണേണ്ടി വരും. ഐ നോ വാട്ട് ഐ സ്പോക്ക് ടു. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കുഞ്ഞിരാമായണത്തിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ഇൻ മലയാളം സിനിമ. I think it's very gutsy, it's very in and it's very quirky. That genre ഇപ്പം കാണുമ്പം ഭയങ്കര എളുപ്പമായിട്ട് തോന്നുമായിരിക്കും. I feel it's one of the most interesting and most difficult genres to pull off. അപ്പം ഞാനത് അയച്ചിട്ടുണ്ട്. പിന്നെ പ്രായത്തിന്റെ ഓർമ്മക്കുറവൊക്കെ അയച്ചാലില്ലെങ്കിലും ഞാൻ പറയാറുണ്ട് ഈ ഇന്റർവ്യൂവിൽ ഇത്രയും നല്ല വാക്കുകൾ എന്നെ കുറിച്ച് ആകെ പറഞ്ഞിട്ടുള്ളതെന്ന്. റാഫിയെ പേടിയാണ്. എന്നെ കുറിച്ച് ആകെപ്പാടെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഷോക്ക്ഡ് ആണ്. ഒരു അവസരം കൂടി തരാം. 10 years ഓഫ് ബാംഗ്ലൂർ ഡേയ്സും കൂടിയാണ്
അല്ലേ? അതെ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു അവസരം അഞ്ചു ചേച്ചി കേട്ടില്ല അല്ലേ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഓഷാനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എത്ര സ്പെഷ്യലാണ് നസ്രിയയ്ക്കും ഫഹദിനും? ഓഫ്, ഇനി സ്പെഷ്യൽ സിനിമയിൽ നിന്ന് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടോ? എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏത് പടത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ടേക്ക് അവേ? ഞാൻ പറഞ്ഞു ഫിസിക്കലി ഞാൻ ടേക്ക് അവേ ആയിട്ട് ഒരാളെ കൊണ്ടുപോയിട്ട് ഉണ്ട്. ബാംഗ്ലൂർ ഡേയ്സ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം. അതായത് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് പേഴ്സണൽ, ഇത് ഈവൻ ആസ് എൻ ആക്ടർ എൻ്റെ പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ മെച്ചോറിറ്റിയും ഒക്കെ മാറി, അല്ലെങ്കിൽ ഒരുപാട് ആക്ടേഴ്സും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. ആ സമയത്ത് വി വർ ഓൾ ഡൂയിങ്, വി വർ ഓൾ നോട്ട് ഡൂയിങ് തമിഴ്, പക്ഷേ നമ്മളെല്ലാവരും ആക്റ്റീവ്ലി വർക്കിംഗ്. അപ്പം ഇത്രയും എല്ലാവരും ഓൺ വൺ ഫിലിം. സോ ഒരുപാട് പഠിക്കാൻ പറ്റിയത് പെർസ്പെക്റ്റീവ്സ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ബാക്കിയുള്ള ആക്ടേഴ്സും ഇതൊക്കെ പിടിക്കുന്ന കാണുമ്പം ദാറ്റ് വാസ് എ ബിഗ് ലേണിംഗ്. ആ രീതിയിൽ ബാംഗ്ലൂർ ഡേയ്സ് വളരെ സ്പെഷ്യലാണ്. സൂപ്പർ, കൊള്ളാം. ഞാൻ സീരിയസ് ആയ സംസാരിച്ചാൽ അപ്പം ബേസിൽ ചോദിക്കാനോട് സീരിയസ് അല്ലാതെ പറ, പ്രണയം പൊട്ടിമുളച്ചത് അവിടെ നിന്നല്ലേ? അതെ, പൊട്ടി ആദ്യം, പിന്നെ മുളച്ച് അങ്ങനെയെന്ന് പന്തലിച്ചു. അതെ. ആക്ച്വലി ഞാൻ ആസ് എ ജോക്ക് ഐ കീപ് സേയിങ്, ആദ്യത്തെ ബാംഗ്ലൂർ ഡേയ്സിന്റെ ആദ്യത്തെ 2 മാസം ഞാനും ഫഹദും ആ അപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള ഷൂട്ടായിരുന്നു. അഞ്ചു ചേച്ചിനോട് പറഞ്ഞായിരുന്നു ആരായാലും പ്രമേയിച്ചു പോകുന്നു, വേറെ ആരും ഇല്ലെന്ന്, 2 പേര് മാത്രം, ദാസൻ ദിവ്യ ആ ഫ്ലാറ്റിൽ ഇങ്ങനെ എന്നും. മൈൻ ആൻഡ് ഫഹദ് പോർഷൻ ആ ബിറ്റ് വെച്ചാ തുടങ്ങിയത്. അപ്പം ആ പോർഷൻസ് മാത്രം ഉണ്ടായിരുന്നു, കസിൻസും ഫണ്ണും ഒന്നും ഇല്ലാതെ ഇത് പിടിക്കാന്ന്. നമ്മൾ പൂട്ടിയിട്ടിരിക്കായിരുന്നു ഒരു ഫ്ലാറ്റിൽ. ആ ഫ്ലാറ്റിലാണ് പ്രണയം പൊട്ടി മുളച്ചത്. പിന്നെ വളരാൻ അതിൻ്റെ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തൈ പുറത്തോട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയത് കൊച്ചി കൊണ്ടിരുന്ന ഗോഡ്, ഒരു മരം അവിടെ വടുതല ഭാഗത്തായിട്ട് ആ മരം വളർന്നു പണ്ട് അവിടെ കൊണ്ട് 10 വർഷമായല്ലോ കായൊക്കെ പോകും. മരം ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നു. ഒരു തന്ത വൈബ് ഫീൽ ചെയ്യുന്നുണ്ടോ? മൂത്താപ്പയായിട്ടാ? അല്ല, എനിക്ക് ഹലോ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞു ചളി പറയുമ്പോഴേ. ഓ മൈ ഗോഡ്, അത് തന്ത വൈബ്സിന്റെ അല്ല, നിലവാരത്തിന്റെ ആണ്. അതെ, അതിപ്പോ ഏത് നിലവാരമില്ലായ്മ, ചളി ചളി ഈസ് ലാറ്ററൽ തിങ്കിങ്. അതെ അതെ, ഉള്ളി ലാറ്ററൽ തിങ്കിങ്. ഓക്കെ, വാഴയിലെ പോലീസ് വേഷം നമുക്കൊരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു കലിപ്പായിട്ട് വരും, പിന്നെ പക്ഷെ ഉള്ളു എന്താ പറയാ പിടയ്ക്കുന്ന ഒരു മകന്റെ ഇതുണ്ടായിരുന്നു. അപ്പം പുതിയ പോലീസ് വേഷം ലോഡിംഗ് ആണ് പ്രാവൻകൂട് ഷാപ്പിൽ. അതെ, അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള നോക്കി കാണുന്ന ഒരു സിനിമയാണ് അത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്, അമ്പുക്കയാണ് അതിന്റെ പ്രൊഡ്യൂസർ, ഷൈജുക്കയാണ് അതിലെ ക്യാമറ ചെയ്തിരിക്കുന്നത്, ശ്രീരാജ് എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ. വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം ഇറ്റ് വിൽ ബി. നല്ല നല്ല ഭയങ്കര. ഞാൻ പറഞ്ഞായിരുന്നോ കലിപ്പ് പോലീസാണോ? ആ പറയാം. അല്ല, അത് ഞാൻ കുറച്ച് ഇത് കണ്ട രംഗങ്ങള് സൂപ്പർ ആയിരുന്നു. മറവിയുണ്ട് വെറുതെ അല്ല, മറ്റേത് ഓർമ്മ ഞാൻ പറഞ്ഞില്ലേ, ഹീസ് റിയലി ഗുഡ്. ഐ തിങ്ക് ഇനി കുറച്ച് വരാൻ പോകുന്ന ബേസിലെ പടങ്ങളിൽ ആൾക്കാർക്ക് കുറെ സർപ്രൈസസ് ഉണ്ടാവും, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടർ. ഇപ്പം ഭയങ്കര ഇപ്പൊ ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഏറ്റു തുടങ്ങിയല്ലോ ആസ് എൻ ആക്ടർ. എല്ലാ എക്സൈറ്റിംഗ് സിനിമകളാണ്. ഇപ്പൊ പൊന്മാനാണ്, ഈവൻ ആസ് ഫിലിംസ് ഐ തിങ്ക് ഡിഫറെന്റ്. മരണമാസം അതിൽ നിന്ന് ഈച്ച് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രസമുള്ള സിനിമകളെല്ലാം. ഓക്കെ, പാപ്പയുടെ ഡയലോഗ് വെച്ചിട്ട് റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിൽ കൂടെ നിൽക്കണം. അല്ലല്ല, അല്ല എങ്ങനെയാണെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ. ഓക്കെ, സേ യെസ് ഓർ നോ. ഫാഫ എന്നെ ഇടയ്ക്ക് എടാ മോനെ അല്ലെ അടി മോളെ എന്ന് വിളിക്കാറുണ്ട്. നോ, ഇവളാണ് വിളിച്ചോണ്ട് ഞാൻ വിളിക്കാറുണ്ട്. അവർ ആ സിനിമയിലേക്ക് അത് അതെ അതെ അതെ, നസ്രിയയുടെ ഡയലോഗാണ്. ഓക്കെ, അപ്പം ജിത്തു തന്നെ എഴുതി വെച്ചാ, പക്ഷെ പറഞ്ഞ രീതി ഞാനാണ്. ഓക്കെ, ഷമ്മി ഹീറോയടാ എന്ന് ഇടയ്ക്ക് പാപ്പ പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട്, പക്ഷെ ആണോ? ആ ഞാൻ പറയാറുണ്ട്. എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ. അതാണ് അതെ, ഞാൻ പറയാറുണ്ട്.
എല്ലാം സിനിമയിൽ പറഞ്ഞിട്ട് പോകും. ഇത് മൊത്തം ശ്രദ്ധിക്കേണ്ട നസ്രിയ, 2-3 ദിവസം കാണുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, പാവം. ശ്രദ്ധിക്കേണ്ട നസ്രിയ എന്ന് ഫഹദ് ഫാസിൽ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് എന്ത് കാര്യത്തിനാണ്? എന്തിനേലും പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട അമ്പാൻ, വണ്ടി ഓടിക്കുമ്പോ സ്പീഡ് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് ഞാൻ എത്ര പ്രാവശ്യം ഇവളാ ഓടിച്ചത് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ബേസിൽ എലിയെ വിളിക്കുക, എലി ഞാൻ ഇവളാ വണ്ടി ഓടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിൽ ബേസിലുണ്ടായിരുന്നോ G-Wagon? ആണോ? അതാണോ ചീറിപ്പാഞ്ഞ് വന്നത്? അതെ, ടയർ നിലത്തി തൊടാതെന്ന്. ലെഫ്റ്റ് സൈഡിലിരുന്നത്. അപ്പൊ ഞാൻ ആ വണ്ടി കയറിയിരുന്നപ്പോ മറ്റേ കൂടെ വന്ന ചേട്ടൻ G-Wagonല് കണ്ടക്ടർ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ട് ഐ തിങ്ക് അതെന്താ ജനറലി എന്താ ഇപ്പം വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ചിരുന്നെങ്കിലും നീ ഇത് പറഞ്ഞേനെ. അത് ഡ്രൈവിംഗ് അറിയുന്നവര് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോ അറിയാതെ പറഞ്ഞു. തിരികെ പോകുമ്പോ നീ ബൂട്ടിലിരുന്നാ മതി. ഗുഡ് ഡ്രൈവർ. എന്നിട്ട് എല്ലാ സ്ഥലത്തുനിന്നും ഡ്രൈവർ വണ്ടി എടുക്കൂന്ന് പറഞ്ഞു വന്നോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് നസ്രിയ? ഗുഡ് ഡ്രൈവർ, നല്ല ഡ്രൈവർ, കോൺഫിഡൻസ് ഉണ്ട്. ഡ്രൈവിംഗിന്റെ ക്വാളിറ്റി എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ കാരണം അവനത് മോശമൊന്നും അല്ലെങ്കിൽ ഞാൻ തിരികെ കൊണ്ടുപോകില്ലെന്ന്. 2 പ്രാവശ്യം മിറർ സൈഡിലിരുന്ന ബസ്സിലേക്ക് ഇരുന്നേനെ. ബസ്സിൽ സ്കൂൾ പിള്ളേരുടെ നല്ല കറക്റ്റ് കാൽക്കുലേഷൻ ഉള്ള ഡ്രൈവേഴ്സിന്റെ. സൊസൈറ്റി ഒരു ഡാഷ് ആണെന്ന് ഫഹദ് ഫാസിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എപ്പോഴാണ് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ. ഇല്ല, ആ പുള്ളിയുടെ ഫുൾ ബിസിനസ് നടക്കുന്ന ഈ സൊസൈറ്റി പറഞ്ഞല്ലേ എങ്ങനെ പറയാനാന്ന്. സൊസൈറ്റി ഒരു ഇല്ല 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 അങ്ങനെ നസ്രിയ പറയോ? എല്ലാം നസ്രിയാണല്ലോ ഡയലോഗ് പറയുന്നത്. some days faces in life I'll just be like society bore അടിക്കുന്നു എനിക്കൊന്നൊക്കെ അങ്ങനത്തെ. അല്ലാതെ ഇതിലെ തന്നെയാണല്ലോ നമ്മൾ എല്ലാരും ജീവിക്കുന്നത്. സോ we are part of the society. yeah, so we should be very careful. അതെ. ഇത് പറയാറുണ്ടോ സംസാരിക്കുമ്പോൾ നസ്രിയോട്? ആണോ? അത് ആക്ച്വലി ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അതെ ഒഴിവാക്കാൻ പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് പറഞ്ഞു ഭാര്യമാരാകുമ്പം അതെ പറയുന്നതാണല്ലോ ഏറ്റവും എളുപ്പം. അങ്ങനെയായിരിക്കും പാവം പുറത്തും പോയത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ അതെ പറയുന്ന ആളല്ലായിരുന്നു. റീസെന്റ് ആരോ പറഞ്ഞു ഫാദറിന്റെ ഇവളെ സഹിക്കേണ്ട. ഇവളാണെങ്കിൽ തുറന്നു കഴിഞ്ഞത് ഓഫ് ആക്കാൻ പറ്റൂല ഈ ഉപകരണം. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? തോൽവി സമ്മതിച്ചു എന്ന് പറ. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ പിന്നെ പുള്ളിയാകുമ്പോ ഓഫാക്കാം. അപ്പൊ പുള്ളി സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ. ഇലുമിനാറ്റിലെ വരികളുണ്ടല്ലോ, ആ വരികളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചൂസ് വൺ. ഫഹദ് ഇസ് ഇലുമിനാറ്റി, കൊലമല്ലുമാസ് തനിനാടൻ. ശരിക്കും ഐ തിങ്ക് ഉള്ളിന്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു സിനിമ ഐ തിങ്ക് തനിനാടൻ. സൂപ്പർ. ഞാൻ രണ്ടുപേർക്ക് 2 ചിട്ട് തരും. ബേസിലിന് നസ്രിയോടും നസ്രിയക്ക് ബേസിലോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്, പേടിക്കാനുള്ളത്. ബേസിൽ സിനിമാറ്റിക് യൂണിവേഴ്സില് എനിക്ക് സൂപ്പർ വുമൻ ആവാനുള്ള ക്യാരക്ടർ ചാൻസ് ഉണ്ടോ? ഒരു ക്യാരക്ടർ എഴുതി വന്ന് വെട്ടിക്കളഞ്ഞോ? ഇവിടെ പരിചയപ്പെട്ടതോടെ ഞാൻ വെട്ടിക്കളഞ്ഞു. സൂപ്പർ വുമൺ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമ നസ്രിയനെ വെച്ചിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. നീ ഇപ്പൊ ഇതിന് മറുപടി വരാം. സൂപ്പർ വുമൻ കിട്ടുമോ ഇല്ലയോ? എനിക്ക് കിട്ടും. പിന്നെ ഞാനായിരിക്കും. നസ്രിയ അടിപൊളിയല്ലേ? ഫഹദിന്റെ ആക്ടിങ്ങിന്റെ സീക്രട്ട് എന്താണ് ആസ് എ പാർട്ട്ണർ തോന്നിയിട്ടുള്ളത്? സീക്രട്ട് എനിക്ക് തോന്നുന്നു ഫഹദിന്റെ ആക്ടിങ്ങിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഫഹദ് ഇപ്പോഴും മറ്റേ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് ഫസ്റ്റ് ഫിലിം ആൻഡ് പോയിട്ട് വന്ന ആളാണ്. പിന്നെ ഹി പ്രൂവ്ഡ് ഹിംസെൽഫ്. ഹി ഡസൻറ്റ് ബിലീവ് ഹീസ് വെരി ഗുഡ് അറ്റ് ചെയ്യുന്ന പരിപാടി. അതുകൊണ്ട് പുള്ളി എന്നും ആ ക്രാഫ്റ്റിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവറി അതർ സിംഗിൾ ഡേ ഇത് ഐ എം നോട്ട് ബയസ്ഡ് ഒന്നുമല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഷാനു പറയുന്നത് എനിക്ക് വേറെ പണി എടുക്കാൻ അറിയില്ല മോളെ, ഇതേ ഉള്ളൂ എന്ന്. സോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര ആക്ടർ എന്ന് വിചാരിക്കുന്ന ചിലരുണ്ടോ? എനിക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസിലിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ സൂക്ഷ്മദർശിനി വിത്ത് നസ്രിയ. എവറി അതർ മൊമെന്റ്. സൂക്ഷ്മദർശിനിയുടെ ഫുൾ ഷൂട്ട് അങ്ങനെ തന്നെയായിരുന്നു. ചില സിനിമയുടെ ഷൂട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ ഒരു ജോലിയായിട്ട് തോന്നുമല്ലോ. നമുക്ക് രാവിലെ ഷൂട്ടുണ്ട്.
അപ്പോൾ അത് സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് സിനിമയെ ആസ് എ ഹോൾ നല്ല രസമാണ്. അതിൻ്റെ എൻ്റെ ക്യാരക്ടർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് വേറെന്തൊക്കെയോ ടൈപ്പ് ചെയ്യാനുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇനി ഷൂട്ട് കഴിഞ്ഞിട്ട് ഇനി ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ചാലും ഇവിടെ വന്നങ്ങ് ഇരുന്നാൽ മതി, നമുക്ക് അങ്ങ് എന്റർടൈൻമെന്റ് ചളി അടിച്ചിരിക്കാം. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ് ഭയങ്കര സാറ്റിസ്ഫൈയിങ്. നമ്മൾ വർക്ക് ചെയ്യുന്ന പരിപാടി അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ദാറ്റ് എനർജി ഇസ് ദേർ ടു ചിൽ ചെയ്യാനും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സൈറ്റ്മെന്റ്. സിനിമ. സൂപ്പർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബേസിൽ, ഞാനാണല്ലോ. നല്ലൊരു സജഷൻ കൊടുക്കണം. സജസ്റ്റ് മീ എ പ്ലേസ് ടു ട്രാവൽ വിത്ത് ഫാമിലി. ഞാൻ നിന്നോട് എത്ര എണ്ണം പറഞ്ഞു. 10,000 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ മറ്റേ ഇപ്പൊ ഫിറ്റ്നസ് ഭ്രാന്തും ഉണ്ടല്ലോ, അതിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേതാ സ്ഥലം? അല്ല, there's one nice place called Viva Meyer in Mariaworth. It's in Vienna. Okay. Health, it's like they call it a health spa. Oh. So it's like really resetting your whole system. Or നമുക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരു ഐഡിയ ഉണ്ടാകും വാട്ട് ആർ ബോഡീസ്, നമുക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല, ലൈക്ക് യു നോ വാട്ട് വർക്ക്സ് ഫോർ അസ്. അങ്ങനത്തെ ഒരു സ്ഥലവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു പടം കഴിഞ്ഞ ബ്രേക്ക് എടുത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോവാം. അതെ, നമ്മള് കൂടുതൽ That's true. അല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ആകുമ്പം എനിക്ക് എന്നുവെച്ചാൽ ആ ബ്രേക്ക് ഐ ക്യാൻ സ്റ്റിൽ ഹാവ് ബ്രേക്സ് എന്നുള്ളത് പറഞ്ഞ പോലെ എനിക്ക് ബ്രേക്ക് കൂടുതലായിട്ട് ഞാൻ ഇഷ്ടം പോലെ ചാർട്ട് ചെയ്യുന്നവരാ സ്ഥലം പ്ലാൻ. ഞാനും ഷാനു രവി ഹാവ് എ റൂൾ. നമ്മൾ രണ്ടുപേരും നമ്മൾ ഇപ്പം ലൈഫിൽ ഇപ്പം ഷൂട്ടിങ്ങും വീടും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ചാർട്ടിങ്ങും പ്ലാനിങ്ങും ഉണ്ടല്ലോ, പ്രൊഡക്ഷനും ഇതൊക്കെ ആയിട്ട്. സോ നമ്മുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വി ഡോണ്ട് ചാർട്ട് ഓർ പ്ലാൻ, വി ഓൺലി ചൂസ് നമ്മൾ പോയി ലാൻഡ് ചെയ്യുന്ന സ്ഥലം. എന്നിട്ട് ഫ്രം ദെയർ വി ഡിസൈഡ് ആൻഡ് ടേക്ക് ഫ്ലൈറ്റ്സ് ആൻഡ് അങ്ങനെ പിടിച്ചു. അപ്പൊ ഒരു സ്ഥലം കൊടുക്ക് ബേസിലിന്. വിയന്ന. പ്ലീസ് ഇപ്പൊ എന്തോ പേര് പറഞ്ഞില്ലേ, മരിയാസ് ഇൻ ഇൻ വിയന്ന. റെക്കോർഡ് ചെയ്തെടുത്തു. ചുമ്മാതാണ് എഴുതിയിടും ഞാൻ ഇന്ന് നിന്റെ നോട്ട്സില്. ഓക്കെ, ഇനി നസ്രിയ ജ്യോതിർമയി പറഞ്ഞൊരു ഡയലോഗാണ് ഇവിടെ വന്നതിന് ശേഷം. ബൊഗൈൻവില്ല കണ്ടിട്ട് നസ്രിയ വിളിച്ചു, ചേച്ചി എനിക്ക് വെൻ ഐ ഗ്രോ അപ്പ് ഐ വാണ്ട് ടു ബിക്കം ലൈക്ക് യു എന്ന് പറഞ്ഞു. അതെ, അപ്പോ No, I want to what I mean is ഇപ്പം ബോഗൻവില്ലയ്ക്ക് ശേഷം അല്ലെങ്കിൽ തന്നെ ആസ് എ വുമൻ ഐ ലവ് യു നോ ഹൗ ഷീ ഈസ് അതൊക്കെ. പക്ഷെ ബോഗൻവില്ല ഐ തിങ്ക് ഇപ്പം പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒട്ടും ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത ഒരു ആക്ടറാണ്. ഏറ്റവും ഓണസ്റ്റ്ലി ചേച്ചിയുടെ പരിപാടി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ലൈക്ക് വിത്ത് ദാറ്റ് ക്യാരക്ടർ എനിത്തിങ് ആൾക്കാർ എന്ത് വിചാരിക്കുന്നു, ഇറ്റ്സ് ആഫ്റ്റർ എ ബ്രേക്ക് ഓർ ഭയങ്കര ഈസി ഹ്യൂമൻ ആണ്. ആൻഡ് യു നോ ഷീസ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് അത്രയും ഈസിലി വന്നൊരു പടം ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആ കോൺഫിഡൻസ്, അല്ലെങ്കിൽ അതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് നോട്ട് ബി സോ ബോത്ത്, ലൈക്ക് യു നോ ഇറ്റ്സ് ഞാൻ പറഞ്ഞതാണ്. നൈസ്. ടോയിന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറമ്മിന്റെ സമയത്ത് എന്തടിച്ചു മാറ്റുന്നു ചോദിച്ചപ്പോ ബേസിലിന്റെ ചിരി അടിച്ചു മാറ്റുന്നു പറഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും അടിച്ചു മാറ്റിയാൽ കൊള്ളാം. കാരണം ജോക്ക് വർക്കായില്ലെങ്കിലും പുള്ളി ചിരിച്ചാൽ മതി. അത് കേട്ടിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. പുള്ളി വിചാരിക്കുന്ന പുള്ളിയുടെ ജോക്കിനാണ്. കൺട്രോൾ ചെയ്യുന്നത്. നസ്രിയ 90, ബേസിൽ 89. ഈ സീസണില് മോശമാ സമയം. അടിച്ചു മാറ്റണം. ടീം ജയിച്ചപ്പോൾ എന്താണ് നിനക്ക് അതിനെ കുറിച്ച് ജയിച്ചപ്പോഴും ടീം ജയിച്ചതാരും അറിഞ്ഞില്ല. ഷെയ്ക്കാൻഡ് മിസ്സായതാ. ഒന്ന് എൻജോയ് ചെയ്ത് ഷൈൻ ചെയ്യാന്ന് വിളിച്ച് പെട്ടെന്നായിരുന്നു. ബ്രാൻഡ് അംബാസിഡറിനെ ആരും ശ്രദ്ധിച്ചില്ല, പക്ഷെ എന്നാലും വൈറലായി. ബ്രാൻഡ് അതാ വൈറലായതുകൊണ്ട് ഇപ്പൊ കുറച്ച് രീതിയിലല്ലാന്നേ ഉള്ളൂ. ഒരു കാര്യം പത്രത്തിലൊക്കെ ന്യൂസ് ഒക്കെ വന്നത് പകരം വീട്ടി ടൊവിനോ എന്നൊക്കെ. ടൊവിനോ വിട്ടതാളോ ഇനി അവനെ അങ്ങനെ എനിക്ക് തോന്നുന്നു ടൊവി തന്നെ ഇതെല്ലാം ഇറക്കുന്നില്ല. ജ്യോതിർമയി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫാദ് ക്യാരക്ടർ പിടിച്ച് കഴിയുമ്പോൾ നസ്രിയ വന്ന് സംസാരിക്കുമ്പോൾ ക്യാരക്ടറിനനുസരിച്ചായിരിക്കും ചിലപ്പോ അധികം സംസാരിക്കില്ല. അതെ, എനിക്ക് ബാംഗ്ലൂർ ഡേയ്സിന്റെ സമയത്ത് കൺഫ്യൂഷൻ ആയിരുന്നില്ലെന്ന്. അപ്പം സോ വി യൂസ് ടു ടോക്ക്. ഇപ്പം ആ സമയത്തൊക്കെ പക്ഷെ പുള്ളി ക്യാരക്ടറായി കഴിഞ്ഞാൽ മറ്റേ ദാസ് ദിവ്യന് ഒട്ടും കാര്യമല്ലല്ലോ ആ പടത്തില് ഇനീഷ്യലി. അപ്പൊ ആവേശത്തിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു പുള്ളി?
അല്ല ഇപ്പം ആവേശം ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ 9ാമത്തെ വർഷത്തില് ആ പാറ്റേൺസ് ഒക്കെ മാറി ഇപ്പം എന്റെ രീതിയിലാണ്. അതെ 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 അതെ, അതെ. അതാണ് പാറ്റേൺ. അല്ല അതിപ്പോ ഇനി രംഗണ്ണനാണെങ്കിലും ഷമ്മിയാണെങ്കിലും കട്ട് പറഞ്ഞ അതെ. അല്ല പക്ഷെ ഇപ്പോഴും ലൈക്ക് യുനോ ഇപ്പം അത് മാത്രല്ല എനിക്കും കൂടെ ഉണ്ടല്ലോ അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട്. ഇപ്പം ഫ്രാൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ്, നമ്മൾ ഒരേ വീട്ടിൽ നിന്നാണ് വരുന്നത്, ഒരേ റൂമിൽ തന്നെയാണ് വി ഗെറ്റ് റെഡി ആണ്. പക്ഷെ ഞാൻ അധികം പോവാറില്ല അടുത്തേക്ക്. ഐ നോ വാട്ട് എ ഡിസ്റ്റർബൻസ് ഐ ആം, ബിക്കോസ് എൻ്റെ പാറ്റേണേ അതല്ല. ഞാൻ ആക്ഷൻ വരെ മറ്റേ എന്നിട്ടും സൂക്ഷ്മദർശിനിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ട്. സമ്മതിക്കണല്ലോ നമ്മളെ എന്നെ സമ്മതിക്കണം. കോ സ്റ്റാറിലേക്ക് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോ എന്താണ് കാണുന്നത്? കുണ്ടും കുഴികളും. God! ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. മിറർ അല്ല ഇത്. ആ മനോഹരമായ ചിരി ആണ് കാണുന്നത്. അടിപൊളി. എന്റെ നോക്കിയപ്പോ നല്ല പറയണേ. ഇല്ല, ആക്ച്വലി ലുക്കിംഗ് വെരി ഹാൻസം. സൂപ്പർ. തിരിച്ച് 92 ആയി സ്കോർ. കാണുന്നില്ലല്ലോ, ബ്ലറാണല്ലോ പ്രായത്തിന്റെ. 93. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താണ് കാണുന്നത് പറയണം. മലയാള സിനിമയിലേക്ക് ബേസിലിന് സൂക്ഷ്മദർശിനി വെച്ച് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നോക്കാൻ എന്താണ് കണ്ട ഇങ്ങനത്തെ തമാശകളാണ്. ഏറ്റില്ല ഒത്തില്ല. അപ്പം അതിന് നെഗറ്റീവ് പോയിന്റ് ഉണ്ടോ? ഞാൻ മാക്സിമം കൂട്ടി തരുന്നുണ്ട്. ഓക്കെ, 85. മലയാള സിനിമ ഭയങ്കര രസകരമായിട്ടുള്ള ഫേസിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും ആക്ടേഴ്സിന്റെ വിസിബിലിറ്റിയും സിനിമകളുടെ വിസിബിലിറ്റിയും എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാലോ. OTT അത് എന്നൊക്കെ കോവിഡിന് ശേഷമൊക്കെ ഉള്ള വലിയ മാറ്റം, കളക്ഷന് ശേഷമൊക്കെ ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ റിസ്ക്കും കൂടിയിട്ടുണ്ട്. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ്, സിനിമ ഹിറ്റായി മാത്രമേ റിക്കവറി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയണ പോലെ ഒരു സേഫ് ബിസിനസ്സിനേക്കാളും കുറച്ചുകൂടെ റിസ്കി ബിസിനസ്സാണ് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ സിനിമ ഹിറ്റായ ഒരുപാട് റിവാർഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ എന്ന് ഭയങ്കര വിസിബിലിറ്റി ഉണ്ട്. മലയാള സിനിമേനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരാളാണെന്ന് കേരളത്തിന്റെ പുറത്ത് എവിടെ പോയെന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടുന്ന അംഗീകാരം ഭയങ്കര അഭിമാനമാണ്. അത് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു മലയാളി എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ഒരു ഒരു പുറത്തുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒരാളുടെ മുമ്പിൽ ചെന്ന് നമുക്ക് മലയാള സിനിമ വെച്ചിട്ട് നമുക്ക് എന്നും പിടിച്ചു നിൽക്കാൻ പറ്റും, എത്ര കാലം വേണമെങ്കിലും. ഒരുപാട് പേര് ബേസിലിനെ വെച്ച് കഥ എഴുതുന്നതായിട്ട് കാണുന്നുണ്ടോ? ഒരാളൊക്കെ 2 കഥ എഴുതുന്നു. 2025 നോക്കുമ്പോ നസ്രിയക്ക് എന്താണ് കാണുന്നത്? ഫുൾ ബ്ലാങ്ക്, കാണുന്നില്ല, നോ ഐഡിയ. 1 മാസം കൂടെ അല്ലേ ഉള്ളൂ അല്ലേ? എന്താ നല്ല കഥകളൊക്കെ കേൾക്കാൻ പറ്റും, നല്ല സ്റ്റോറീസ് ഒക്കെ ചെയ്യാൻ പറ്റും. സക്സസ് സെലിബ്രേഷൻ കാണാൻ പറ്റും. സക്സസ് മെമന്റോ മേടിക്കുന്നത് 100 days സ്കോർ. ബേസിലിന്റെ ആക്ടിങ്ങിനെ പറ്റി എന്താണ് കാണുന്നത്? ബേസിലിന്റെ ആക്ടിങ് ഭയങ്കര നാച്ചുറൽ, എന്താ പറയാ, ആക്ടിങ് ആണ്. കോമഡി ടൈമിംഗ് അപാരാണെന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബേസിൽ ആക്ച്വലി അമേസിങ് ആക്ടറാണ്. ഇപ്പം ജയഹേലൊക്കെ എനിക്ക് ബേസിലിനെ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ആൻഡ് കോമഡി അഗൈൻ ഈസ് അനദർ വെരി ഡിഫിക്കൽട്ട് ജോണർ. നമ്മളത് വേറെ തന്നെ ലൈനിലേക്ക് പോവാം. പിന്നെ ഇത് മാത്രമല്ലാതെ ബേസിൽ ഇതിനെയും കാട്ടി ഒരുപാട് വേരിയേഷൻസ് ഉള്ള ആക്ടറായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. യു നോ ഇറ്റ് വെൻ യു ആർ പെർഫോമിങ് ലൈവ് വിത്ത് സമ്മൺ ഓൾസോ. ഇനി വരാൻ പോകുന്ന പടങ്ങളിൽ എല്ലാവരും അതൊക്കെ കാണും. ഞാൻ നോക്കൂല, കാരണം ചിരിച്ചോണ്ട് പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും. സീരിയസ് ആയിട്ട് ചോദിച്ചില്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞോണ്ട് അങ്ങ് പറയണം. സാധാരണ സീരിയസ് ആയിട്ട് റാഫി ചോദിച്ചേ ആക്ടിങ്ങിനെ കുറിച്ച്. എനിക്ക് ചമ്മലായിരുന്നു. പ്ലീസ് ചോദിച്ചില്ല റാഫി നിന്നോട്, വെറുതെ സൈഡ് കൂടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 വരി പറയാനുണ്ടെന്ന് നസ്രിയെ കുറിച്ച്. നസ്രിയ നല്ല രസമുണ്ട് പടത്തിലും ഇതേ എനർജിയും വേറെ തന്നെ ഒരു എനർജി. ബട്ട് ഐ ആം ഷുവർ യു ഗൈസ് വിൽ എൻജോയ്. ഇതേ എനർജി അല്ല, ഈ എനർജി അല്ല. ശരി, വാട്ടെവർ എനർജി ഈസ് ദേർ പടത്തിൽ. ഈ എനർജിയിലുള്ള ഒരു പടം നമ്മൾ വേറെ ചെയ്യുമായിരിക്കും. ബേസിലിന്റെ ഡയറക്ഷനിൽ
നസ്രിയനെ അതിന് നായികയാക്കി. ഞാൻ എന്തിനാ അഭിനയിക്കുന്നത്? അവൻ അഭിനയിച്ചു തീരാൻ തന്നെ കുറെ നല്ല വല്ലവരെ പിടിച്ച് അഭിനയിപ്പിച്ചു ഗുഡ് തിങ്കിങ്. കണ്ട കരുതലുണ്ട് എന്റെ കരിയറിനെ കുറിച്ച്, എന്നെ വെച്ച് വേറെ ആളെ വെച്ച്. വെരി ഗുഡ്. നിന്റെ കാര്യത്തിലല്ല, ഞാൻ ഡയറക്ട് ചെയ്യുന്ന പടത്തെ കുറിച്ച് എനിക്ക് കരുതലുണ്ടെന്നാ ഞാൻ അപ്പം പറഞ്ഞത്. നീ ഇപ്പൊ അഭിനയിക്കുന്ന പടങ്ങളിൽ നിനക്ക് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചൊന്നും കരുതലില്ല? ഉണ്ട്, ഉണ്ട്. തമാശ പറയാൻ പറ്റില്ല. ആ, നീ അത് തമാശ escalate joke. ചെയ്യല്ലേ ഇങ്ങനെ. വെറുതെ കയറി പിടിക്കാൻ കാട് കയറാൻ വെച്ചിട്ടുള്ള പോലെ. ഒരുപാട് പേര് അത് അപ്പോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, പടം Thank you. സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച് റാഫി.